ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 24 നല്ലൊരു ഫാൻസി നമ്പറാണ്. ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങളെന്ന്. അതായത് നിഫ്റ്റി ഇപ്പോൾ ഒരു സൂപ്പർ ബുള്ളിഷ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിനും നിഫ്റ്റി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ, അതായത് നമ്മൾ സെപ്റ്റംബർ 12 ഹൈ വന്നപ്പോഴാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഈ ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ട്. 1000 പോയിന്റിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആസ് പെർ ടെക്നിക്കൽ നമുക്ക് 1000 പോയിന്റ് ആവാൻ ഏകദേശം 26,300 വന്നാൽ മതിയാവും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് 26,500 മുകളിലേക്ക് 500 ടച്ച് ചെയ്യും എന്നാണ്. മുകളിലേക്ക് പോകും എന്ന് പറയാൻ സാധിക്കില്ല. 26,500 ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ആ രീതിയിലുള്ള ഒരു മൊമെൻറ്റം ആണ് ഇവിടെ നമുക്ക് വരാൻ പോകുന്നത്. ഓൾറെഡി അത് 25,500 ബ്രേക്ക് ഔട്ട് ആയത്. അവിടെ നിന്ന് ഇപ്പോൾ 25,930 നിൽക്കുന്നു. ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്യാപ്പ് അപ്പിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ 26,500 എന്ന ഒരു മാജിക് നമ്പർ ടച്ച് ചെയ്യും. ഇതിന് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെക്നിക്കലി ഇതൊരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പല സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഇവിടുന്ന് 2 പോയിന്റ് ടച്ച് ചെയ്ത് 3ാമത്തെ പോയിന്റിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടായില്ല. പിന്നെ അത് താഴോട്ട് വന്നിട്ട് ആ പാറ്റേണിൻ്റെ അതേ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് കയറിയപ്പോഴാണ് ഇനി അത് ഉറപ്പായിട്ടും ബ്രേക്ക് ഔട്ട് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് അതുപോലെ ബ്രേക്ക് ഔട്ടായി കയറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫെഡ് റേറ്റ് കട്ടാണ്. ഫെഡ് റേറ്റ് കട്ടിൽ ഇന്ത്യൻ ഇക്വിറ്റീസിന് അത് പോസിറ്റീവായിട്ട് വരും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇത് ഇത്രയും ഉറപ്പിൽ ഞാൻ പറഞ്ഞത്. അതേ രീതിയിൽ അത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ നിഫ്റ്റി ഒരു 30,000 എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. സോ ഒരു 30,000 എത്തുന്ന ഒരു നിഫ്റ്റി, കാരണം 24,000 നമ്മൾ കണ്ടതാണ്. 24,830 ഒരു 2 ആഴ്ച മുമ്പ്. അവിടെ നിന്നാണ് 26,000 1,500 പോയിന്റ് 1,300 പോയിന്റോളം കയറി വന്നിരിക്കുന്നത് ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ്. സോ നിഫ്റ്റിക്ക് അതിൻ്റെ ആ ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും തടയാൻ പറ്റില്ല. വഴിമാറടാ ദിനേശ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കയറി അങ്ങ് പോവും. സോ ആ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇവിടെ നിഫ്റ്റി 1000 പോയിന്റ് കയറുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര പോയിന്റ് കയറി എന്നുള്ളതാണ്. ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ നിഫ്റ്റി ഇങ്ങനെ ഒരു സൈഡിലൂടെ കയറിപ്പോൾ, അതായത് മാർക്കറ്റിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു വിധത്തിലുള്ള ഗ്രോത്തും ഇല്ലെങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് പറഞ്ഞതല്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ട്രേഡിങ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടാവും. ട്രേഡിങ് മാത്രമാണെങ്കിൽ ഒരു ദിവസം പ്രോഫിറ്റ് ഒരു ദിവസം ലോസ് എന്ന രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റോ ഗ്രോത്തോ ഉറപ്പാക്കാൻ പറ്റില്ല. അതേസമയത്ത് 90% ക്യാപിറ്റൽ ഉപയോഗിച്ചും നിങ്ങൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10% ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. 26,000 എന്നുള്ളതൊരു നല്ലൊരു സൈക്കോളജിക്കൽ ലെവലാണ്. ആൾക്കാർ 26,000 ഭയങ്കര റിജക്ഷൻ ഉണ്ടാകും എന്നൊക്കെ കരുതി നിൽക്കുന്ന ഒരു 1000ന്റെ മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐടിയും ഫിനാൻസും, ഈ 2 സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ ഉണ്ടാകുന്ന കരുതിയതാണ്, ഇന്നലെ ഉണ്ടായില്ല. മോസ്റ്റ് പ്രോബബ്ലി 26,000 ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു റിജക്ഷൻ ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അതൊന്ന് കെയർഫുള്ളായിട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ പറയുക, ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണ്. ONGC, റിലയൻസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആസ്ട്രാസെനിക്ക, GR ഇൻഫ്ര, BGR എനർജി, ആർക്കേഡ് ഡെവലപ്പേഴ്സ്, കോൾ ഇന്ത്യ. ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. ദെൻ സെബിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 30, ഇന്നല്ല സെപ്റ്റംബർ 30 വിവാദങ്ങൾ നടുവിൽ നിൽക്കുന്ന സെബിയിൽ ചെയർപേഴ്സണെതിരെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മണി കൺട്രോളാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ
എന്താ പറയുക, സ്ത്രീകളുടെ പ്രാതിനിധ്യം F&O ട്രേഡിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സെബിയുടെ സ്റ്റഡി റിപ്പോർട്ട് കാണിക്കുന്നത്. സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം F&O ഒരു സീറോ സം ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കുള്ള പൊരുൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ആയിരിക്കാം സ്ത്രീകൾ ഇതിൽ നിന്നും വിട്ടുമാറി പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ വിദേശികൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡെറിവേറ്റീവ് പൊസിഷൻസ് 116 ബില്യനാണ് അവരുടെ പൊസിഷൻ ഇപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുന്നത്. ഭയങ്കര വലിയൊരു സംഭവമാണ്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസും സെബിയുടെ ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2022-24 വരെയുള്ള ഈ കാലയളവിൽ 93% ഇൻഡിവിജ്വൽസും F&O ട്രേഡിങ്ങിൽ നഷ്ടം മാത്രമാണ് വരുത്തി വച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്നുള്ള സീറോ സം ഗെയിമാണ്. സീറോ സം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുക അല്ലെങ്കിൽ മറ്റേ ആൾക്ക് രണ്ടിലേതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം കിട്ടും. രണ്ടുപേർക്കും തുല്യമായി വീതിച്ചു പോവില്ല. ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ മറ്റേ ആൾക്ക് നഷ്ടപ്പെടും, മറ്റേ ആൾക്ക് കിട്ടുകയാണെങ്കിൽ ഇയാൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെ ഒന്നുകിൽ കോയിൻ്റെ ഏതെങ്കിലും ഒരു വശം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ F&O ട്രേഡിങ്. ഒരു സീറോ സം ഗെയിമാണ്, ഏതെങ്കിലും ഒരാൾക്കേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ 93% ആൾക്കാർക്കും പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 7% ആൾക്കാരാണോ ബാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാലിഡ് പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ വിജയിക്കില്ല, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു പൊരുൾ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഫണ്ട്, വലിയ തുകകൾ, ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി കൃത്യമായ മണി മാനേജ്മെൻറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൃത്യമായ മണി മാനേജ്മെൻറ്റിലൂടെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു ബിസിനസ്സായിട്ട് പോവുകയാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 93% നിങ്ങൾ പെടില്ല എന്ന കാര്യം ഉറപ്പുണ്ട്. 93% ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് F&O ട്രേഡേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരിൽ 93% ആൾക്കാരും നഷ്ടം. അത് ഈ 2 വർഷത്തെ കണക്കിലാണ് ഇത് പറയുന്നത് കേട്ടോ. ഒരു വർഷത്തെ അല്ല, 2 വർഷത്തെ കണക്കിൽ 93% വന്നിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാശ് ഒരു മാസത്തിൽ പരമാവധി 20% പോയിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴാണോ 20% അവിടെ നിർത്തുക. പിന്നീട് ആ പണം കണ്ടുപോയി കളയരുത്. കാരണം അത് അവിടെ പിന്നെയും നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു മാസത്തിൽ 20% കൂടുതലൊക്കെ നിങ്ങൾ ഡ്രോ ഡൗൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ട്രേഡ് ചെയ്യാൻ കാശുണ്ടാവില്ല. കാരണം മാസത്തിലൊരു 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 20% പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 25 ദിവസവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 22 ട്രേഡിംഗ് ഡേയ്സിൽ ബാക്കി 15 ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾക്ക് പിന്നെയും കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു 60% ലോസ് ഉണ്ടാക്കും. അങ്ങനെ ചെയ്യരുത്. 20% ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തുക ട്രേഡിങ്. നെക്സ്റ്റ് മന്ത് വീണ്ടും ജോയിൻ ചെയ്യുക, മീൻസ് വീണ്ടും ട്രേഡ് ചെയ്യുക. അപ്പോൾ സെബിയുടെ സ്റ്റഡി റിപ്പോർട്ടിൽ സ്വതന്ത്രരായ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൽ, ഇൻഡിവിജ്വൽസിൽ 93% ആൾക്കാരും നഷ്ടം മാത്രമാണ് വരുത്തി വയ്ക്കുന്നത്. സോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുക, അതിന് ശ്രമിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സിൻ്റെ ഭാഗമായും അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആർക്കും കൊണ്ടുപോയി കാശ് കൊടുക്കുകയല്ല വേണ്ടത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിങ്ങളുടെ പേര് രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ കാശ് കൊടുത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. രജിസ്ട്രേഷനിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം, നിങ്ങളതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പറായിരിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സൂപ്പറായിട്ടുള്ള നല്ല കഴിവുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ ചെറിയ പ്രോഫിറ്റിൽ റിസ്ക് ഫ്രീ ആയിട്ട് ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇതിനൊക്കെ ഓൾറെഡി ഇപ്പം ഞാനാണെങ്കിൽ 2 കമ്പനികളിലെ ഞാൻ പാർട്ടാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായിട്ട് കമ്പനി ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ്ങിലുള്ള കമ്പനികളിൽ ഇതേപോലെ രജിസ്ട്രാറിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പേര് വരുന്ന വിധത്തിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓൾ റൈറ്റ്.
ഗോൾഡിൻ്റെ റേറ്റ് പറന്നു പോവുകയാണ്. കാരണം US ഫെഡ് റേറ്റ് കട്ട് വന്നതോടുകൂടി ഗോൾഡിൻ്റെയും ക്രിപ്റ്റോയുടെ ഒക്കെ നല്ല പോക്കാ പോകുന്നത്. $2629 ഗോൾഡിന് ഇപ്പം വന്നിരിക്കുന്നത്. USD INR റേറ്റ് ഒരല്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. 83 രൂപ 54 പൈസയിലേക്ക് കുറഞ്ഞിട്ട് 84.98 വരെ 83.98 വരെയും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇറങ്ങിപ്പോയിരുന്നു. പിന്നീട് ഇപ്പോൾ തിരിച്ച് കയറി വരുന്നുണ്ട്. എന്തായാലും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. ദെൻ നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ്, യൂറോപ്യൻ മാർക്കറ്റ് ബുള്ളിഷാണ്, എല്ലാ മാർക്കറ്റുകളും ബുള്ളിഷ്. STI ഒഴികെ ബാക്കി എല്ലാം ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ ബുള്ളിഷായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പച്ച കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,935 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. 26,007 26,000 മുകളിലായിട്ട് ഓപ്പണായി 72 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,984 അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 23 പോയിന്റ് താഴോട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ അതൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോകുന്നതാണ്. തിരിച്ച് കയറി മുകളിലോട്ട് തന്നെ 26,000 മുകളിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 26,000 എത്തുമ്പോൾ IT-യിലും ഫിനാൻസ് സെക്ടറിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും എന്നൊരു നിഗമനമുണ്ട്. അപ്പോൾ അത് ഒന്ന് കെയർഫുൾ ആകണം എന്നേ ഉള്ളൂ. ദെൻ ഗ്ലോബൽ ഡാറ്റ എന്തൊക്കെയാണ് വരാനുള്ളത് നോക്കിയാൽ ജപ്പാൻ ജിബൂൻ ബാങ്ക് മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഓസ്ട്രേലിയ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ജർമ്മനി LFO ബിസിനസ് ക്ലൈമറ്റ്, അതേപോലെ USSCB കൺസ്യൂമർ കോൺഫിഡൻസ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. F&O ബാനിൽ ഇന്നുള്ളത് ആരതി ഇൻഡസ്ട്രീസ്, സെയിൽ, ABFRL, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബയോകോൺ, OFSS, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, നാഷണൽ അലുമിനിയം, GNFC, LIC ഹൗസിംഗ് ഫിനാൻസ്, ഗ്രാനൂൾസ് ഇന്ത്യ, ഇതുകൂടാതെ ഐഡിയ. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ F&O ബാനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളുടെ F&O ട്രേഡിങ് ഇന്ന് നടക്കില്ല. എക്സ്പയറി അടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റോക്ക് ഓപ്ഷനിൽ പോകുന്ന ആൾക്കാരൊക്കെ കുറവായിരിക്കും ഈ ഒരാഴ്ച. അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് എക്സ്പയറി ആയിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 404 കോടിയുടെയും അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1022 കോടിയുടെയും ബൈങ് ആണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. 1427 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. 39,827 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഈ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,873 ഓപ്പണായി 66 പോയിന്റ് മുന്നേറ്റത്തിൽ 25,939 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 532 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായി. ഈ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ 605 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. വൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ. ദെൻ ഇന്ന് നോർമൽ CPR ആണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇന്നലത്തെ വെർജിൻ CPR ഇന്ന് വെർജിൻ അല്ലാതായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 13.79 അത്യാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 50-60% ഒക്കെ മൊമെൻ്റം ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു വിക്സ് ആണ് ഇന്നുള്ളത്. എന്തായാലും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.51 ആണ്. സൂപ്പർ ബുള്ളിഷ് ആണ്. നമ്മുടെ മീറ്റർ നേരെ കുത്തനെ കയറി നിൽക്കുകയാണ്. എന്തായാലും ഇത് മാർക്കറ്റ് പറന്ന് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷായിരിക്കും എന്ന് തോന്നുന്നു. ശരിക്കും പുട്ട് കോൾ റേഷ്യോ ഒക്കെ നമുക്ക് മാർക്കറ്റിൻ്റെ മറ്റുള്ളവരുടെ തീരുമാനം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചകമാണ് കേട്ടോ. ഒരിക്കലും ഇത് നേരിട്ട് മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇവിടുന്ന് അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പുട്ട് കോൾ റേഷ്യോ 1.51 എന്നുള്ളത് നേരെ 0.51 ആയി മാറാനും അധികം നേരം ഒരു 10-20 മിനിറ്റ് കൊണ്ട് അത്രയും സ്പീഡിൽ അത് മാറും. അപ്പോൾ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ F&O ട്രേഡർ ആണെങ്കിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 83,26,000 വന്നിട്ടുണ്ട്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 25,500 98 ലക്ഷം വന്നിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ഓവറോൾ ഒരു മുകളിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. കാരണം ഓപ്ഷൻ റൈറ്റേഴ്സ് മാർക്കറ്റിന് മുകളിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ പോകാൻ പറ്റും.
ബാങ്ക് നിഫ്റ്റി ഇന്നലെ 187 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 95 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി. സെൻസെക്സ് 277 പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി. അതുപോലെ മിഡ് ക്യാപ്പ് 25 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ പ്രോഫിറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലത്തെ ഹൈ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രീമിയത്തിൽ അല്ലെങ്കിൽ സ്ട്രൈക്കിൻ്റെ പ്രൈസിൽ അധികം ഒന്നും ഉണ്ടാവാറില്ല. നിഫ്റ്റിയിലൊക്കെ ചെറിയ ഒരു പോയിന്റ് 20 പോയിന്റോ 15 പോയിന്റൊക്കെ ഒരു സ്വിംഗ് ഹൈയും ലോയും തമ്മിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇന്നലെ വന്നത് 40 രൂപ 50 രൂപ റേഞ്ചിലുള്ള ഒരു ഡിഫറൻസ് ആണ്. സോ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇന്നലെ ലോസ് വന്നിട്ടുണ്ടാവും. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലായിക്കഴിഞ്ഞാലും 85 രൂപയൊക്കെയാണ് ഒരു ശരാശരി സ്റ്റോപ്പ് ലോസ് ഇന്നലെ കാൽക്കുലേഷനിൽ കിട്ടിയത്. അങ്ങനെ 85 രൂപ വെച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ലോട്ടൊക്കെ ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ നിങ്ങളധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാർക്കറ്റ് അങ്ങനെ ഒരു മോശം അവസ്ഥയിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ഇന്നലെ നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ഒരു എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രീവിയസ് ഡേ ഹൈയിൽ ഓപ്പണായി നേരെ ഇന്നലെ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ പോയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തു. ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റിലുള്ള ആ മോർണിംഗിലുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എന്താ പറയുക, ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന 25,126 ആണ്. 25,126 എന്ന ഈ ഒരു ലെവലിലാണ് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ തന്നെ റാസ് ലെവൽസിൻ്റെ R3 ഉണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഈ ഒരു ലെവൽ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴോട്ട് വരും. ആ താഴോട്ട് വരുന്നതിൽ വലിയ ട്രേഡുകളൊന്നും കിട്ടാറില്ല. പിന്നെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ളത്, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 24,990 25,000 ആ ഒരു സ്ട്രൈക്കിൻ്റെ റേഞ്ചിൽ നമുക്കൊരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി നോ ട്രേഡ് സോണിലേക്ക് വരികയാണെങ്കിൽ CPRൻ്റെ ആ ഒരു സോൺ നമുക്ക് നോ ട്രേഡ് സോൺ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഇടയിൽ ഫ്രഷ് എൻട്രീസ് എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 24,932 മുതൽ 892 വരെ അതായത് ഏകദേശം ഒരു 40 പോയിന്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോ ട്രേഡ് സോണായി വന്നിട്ടുള്ളത്. ഇനി മാർക്കറ്റ് താഴോട്ട് വരാൻ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്ന 24,780 ആണ്. മാർക്കറ്റ് റെയർ കേസിൽ താഴോട്ട് വരികയാണെങ്കിൽ അവിടെ നല്ലൊരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. 24,790 780 എന്ന 10 പോയിന്റിൻ്റെ ഒരു സോണിൽ നല്ല സൂപ്പർ സപ്പോർട്ട് ഇവിടെ മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. സോ അത് എവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നു എന്നതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നത്. ഒരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റിൽ നിന്ന് 24,671 വരെ പോയേക്കാം. പക്ഷെ അതിന് ഒരുവിധ സാധ്യതയും ഞാൻ കാണുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് 25,127 126 എന്നുള്ള ഈ ഒരു സോൺ ടച്ച് ചെയ്യും എന്നാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ ആയാലും ലോ ആയാലും ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഒരു ദിവസം കിട്ടുള്ളൂ. എന്നാൽ ഹൈ കിട്ടുന്നുണ്ടെങ്കിൽ ലോ കിട്ടില്ല, ലോ കിട്ടിക്കഴിഞ്ഞാൽ ഹൈ കിട്ടില്ല. അപ്പോൾ ഏതാണോ ആദ്യം ടച്ച് ചെയ്യുന്നത് അവിടെ പിടിച്ചോളുക. അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നോർമലി ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസം ഇത് പ്രൈസ് ആക്ഷൻ രാവിലെ മുതൽ ഇങ്ങനെയാണ് പോവുക. വളരെ നാരോ റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇങ്ങനെ പോയിട്ട് 12 മണിക്ക് ശേഷം, അത് 12:25 ആവാം, 1:35 ആവാം, അല്ലെങ്കിൽ 2:15 ആവാം. ഈ ഏതെങ്കിലും ഒരു സമയം 2:15 മുൻപായിട്ട് 12 മണിക്ക് ശേഷം ഒന്നുകിൽ ഒരു ഹ്യൂജ് ഫോള് ഇറങ്ങി വരും, അല്ലെങ്കിൽ ഒരു വലിയൊരു കയറ്റം കയറും. നല്ല രീതിയിൽ കയറി പോകുമ്പോൾ രാവിലെ കൺസോളിഡേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് ഒന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് മുകളിലും താഴെയായിട്ട് പുട്ടിൻ്റെയും കോളിൻ്റെയും എൻട്രീസ് അവിടെ ഇട്ടിട്ട് വിട്ടേക്ക് എക്സ്പയറിക്ക്. സോ ഒരു സ്റ്റോപ്പ് ലോസ് എന്തായാലും അത് കൊണ്ടുപോകും. കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നതിന് മുമ്പ് ഒരു ഫേക്ക് ഔട്ട് വരും. അതായത് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകേണ്ടതെങ്കിൽ താഴോട്ട് ഒരു 100 പോയിന്റ് ഇറങ്ങി വന്നിട്ട് തിരിച്ചൊരു 300 250 പോയിന്റ് മുകളിലോട്ട് കയറിപ്പോൾ. അപ്പോൾ താഴോട്ടുള്ള എൻട്രിയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുകളിലോട്ടുള്ള എൻട്രിയിൽ അതൊക്കെ കവറപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റും കിട്ടും. ഒരു 50% ശരാശരി കിട്ടാറുണ്ട്. സോ ഇന്ന് അങ്ങനെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നോക്കിക്കോളൂ, ഒരു കൺസൾട്ടേഷൻ രാവിലെ വരുന്നുണ്ടെങ്കിൽ വളരെ നാരോ റേഞ്ചിൽ ട്രേഡിംഗ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ 12 മണി വരെ നിങ്ങൾ നോക്കിക്കോളൂ. 12 മണിക്ക്
എൻട്രീസ് അപ്പുറത്തിപ്പുറത്ത് ഇട്ട് വെച്ചാൽ മതി. ഏതാണ് എങ്ങോട്ടാണെന്നുള്ളത് മുൻകൂട്ടി അത് പ്രവചിക്കാനൊന്നും പറ്റില്ല. സോ ഏകദേശം വരുന്ന റേഞ്ചിൻ്റെ പുറത്തായിട്ട് പുട്ടിൻ്റെ കോളിൻ്റെ എൻട്രീസ് ഇട്ട് വയ്ക്കുക. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.